ഇനിയുള്ളത് കുംഭക്കൂറാണ്. അവിട്ടത്തരയും ചതയവും പൂരോരുട്ടാതി മുക്കാലും ചേർന്നതാണ് കുംഭക്കൂറ്. ലഗ്നത്തിൽ രാഹുവാണ്. അതുപോലെ തന്നെ 5-ാം ഭാവത്തിൽ ബുധൻ, അത് വക്രത്തിലുള്ള ബുധനാണ്. നമ്മളൊരു പുതിയ പദ്ധതികളോ ഒക്കെ തുടങ്ങുമ്പോൾ വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മുൻകാല പദ്ധതികളിൽ ഉണ്ടായിട്ടുള്ള വീഴ്ചകളെപ്പറ്റിയും അതിലുണ്ടാകാവുന്ന തടസ്സങ്ങളെപ്പറ്റിയും ഒക്കെ വിലയിരുത്തിക്കൊണ്ട് വേണം പുതിയ പദ്ധതികളിലേക്കോ പുതിയ സംരംഭങ്ങളിലേക്കോ ഒക്കെ പോകാൻ. കാര്യം 6-ാം ഭാവത്തിലുള്ള സൂര്യനും വ്യാഴവും ഒക്കെ വരുന്നതുകൊണ്ട് മത്സരങ്ങളിലും മറ്റുമൊക്കെ വിജയം നേടാനും ശത്രുക്കളുടെ പ്രവർത്തനത്തിൽ നിന്ന് ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ നിന്ന് കരകയറാനും ഒക്കെ അത് അനുകൂലമാണ്. മത്സര പരീക്ഷകളും അതുപോലെ അതിലൊക്കെ വിജയം കണ്ടെത്താൻ സാധിക്കും. എന്നാൽ ഓഫീസ് രാഷ്ട്രീയം അഥവാ സഹപ്രവർത്തകരുമായിട്ടുള്ള രാഷ്ട്രീയ ചർച്ചകളോ ഒക്കെ അതിലൂടെ ഉണ്ടാകുന്ന അഭിപ്രായ ഭിന്നതകളിൽ കൂടെ ചില ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതിൽ നിന്ന് മാറി നിൽക്കേണ്ടതാണ്. ഇപ്പോൾ ഒരു പുതിയ കടം ധനപരമായിട്ട് അനുകൂലം എന്ന് പറയാൻ വയ്യ. പുതിയ കടമെടുക്കുക ഇതൊക്കെയും വർജിക്കേണ്ടതാണ്. പുതിയ വായ്പകളോ അങ്ങനെയൊക്കെയുള്ള പദ്ധതികളുണ്ടെങ്കിൽ അത് ഈ കാലമൊന്ന് കഴിഞ്ഞ് കുറച്ചുകൂടെ ഒന്ന് മാറിയിട്ട് വേണ്ടതാണ്. അതുപോലെ രേഖാപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ പ്രത്യേകം ശ്രദ്ധിക്കണം. നന്നായിട്ട് ആലോചിച്ച് വേണം വായ്പയും ഒക്കെ എടുക്കാൻ. അല്ലെങ്കിൽ അതൊരു വലിയ ലയബിലിറ്റി ആയിട്ട് പിന്നീട് തിരിച്ചടയ്ക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അതൊരു കുരുക്കായിട്ട് തീരാൻ സാധ്യത കാണുന്നുണ്ട്. ആരോഗ്യപരമായിട്ട് മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ കുറച്ച് കൂടാൻ സാധ്യതയുണ്ട്. യോഗ, ധ്യാനം മുതലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് അത് കുറയ്ക്കുക. ഉറക്കം, അതിൻ്റെ ക്രമം, ഭക്ഷണക്രമം ഇതൊക്കെയും ശ്രദ്ധിക്കേണ്ടതാണ്. കുടുംബപരമായിട്ട് കുട്ടികളുടെ പഠനം അത് ഗവേഷണം മുതലായിട്ടുള്ള കാര്യങ്ങളിൽ ഉണ്ടാകാവുന്ന നല്ല വാർത്തകൾ ഉണ്ടാകാം. ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ കുടുംബത്തിലുണ്ടാകാം എന്നുണ്ടെങ്കിലും അച്ഛനമ്മമാർ അങ്ങനെയുള്ള കാരണവന്മാരുടെയും മറ്റേ ഒക്കെ അധ്യക്ഷതയിലോ അല്ലെങ്കിൽ അവരുടെ സഹായത്തോടു കൂടി അതൊക്കെ പരിഹരിക്കപ്പെടും. സഹോദരന്മാരുമായിട്ടുള്ള ബന്ധങ്ങളിലും ഒരു ഊഷ്മളത ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. ഇവർക്ക് പരിഹാരമായിട്ട് ദുർഗാ സപ്തശതി അതുപോലെ ദുർഗാ സപ്തശ്ലോകി മുതലായിട്ടുള്ളവ ജപിക്കുന്നതും ദുർഗാപൂജ നടത്തുന്നതും ഒക്കെ നല്ലതാണ്. അതുപോലെ പക്ഷികൾക്ക് ധാന്യം വിതറി അവർക്ക് ഭക്ഷണം കൊടുക്കുക. ചൊവ്വാഴ്ച ദിവസം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ചുവന്ന പട്ട്, മഞ്ഞപ്പട്ടും ചുവന്ന തുവരപ്പരിപ്പ് മുതലായിട്ടുള്ളവ ോടുകൂടിയുള്ള വഴിപാടുകളൊക്കെ നടത്തുന്നതും ഒക്കെ അനുകൂലമായിട്ടുള്ള ഫലം നൽകുന്നതാണ്.